ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഷർത്തിൻ്റെ ഇസ്മുകൾ, ഷർത്തിന് വേണ്ടി വരുന്ന ഇസ്മുകൾ മുളാരിയായ ഫെയിലിന് ജസ്മ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. രണ്ട് മുളാരിയായ ഫെയിലുകൾക്ക് ജസ്മ് ചെയ്യുന്ന ഇസ്മുകളാണ് ഷർത്തിൻ്റെ ഇസ്മുകൾ. മൻ, മാ, മത, മഹ്മ എന്ന് തുടങ്ങി ഒരുപാട് ഷർത്തിൻ്റെ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഷർത്തിന് വേണ്ടി വരുന്ന മറ്റൊരു ഹർഫാണ് ഇൻ. ഇൻ എന്നുള്ളതും രണ്ട് മുളാരിയായ ഫെയിലിന് ജസ്മ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ചോദ്യം വന്നിരുന്നു, ഈ ഷർത്തും ജവാബൊക്കെ ആയിട്ട് മുളാരിയായ ഫെയിൽ മാത്രമേ വരികയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, മുളാരിയായ ഫെയിൽ മാത്രമല്ല ഷർത്തായിട്ടും ജവാബായിട്ടൊക്കെ വരിക, മറിച്ച് ജവാബായിട്ട് ഇസ്മിയ ജുംല വരാറുണ്ട്. അതുപോലെ തന്നെ മുളാരിയായ ഫെയിൽ, മജ്സൂമായ ഫെയിലല്ലാത്ത മറ്റ് ഫെയിലുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ രൂപങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വൈദാ കാനൽ ജവാബു ലം യസ്ലുഹ് ലി മുബാശറത്തിൽ അദാത്തി കാന ജുംലത്തൻ ഇസ്മിയ ഔ ഫിഅലിയത്തൻ ഫിഅലുഹാ ത്വലബിയുൻ ഔ ജാമിദുൻ ഔ മൻഫിയുൻ ബി ലൻ ഔ മാ ഔ മഖ്റൂനുൻ ബി ഖദ് ഔ ബി ഹർഫി തൻഫീസിൻ ഖുരിന ബിൽ ഫാഇ വുജൂബൻ. ഇതാണ് നിയമം. വൈദാ കാനൽ ജവാബു, ജവാബ് അല്ല എങ്കിൽ ലം യസ്ലുഹ് ലി മുബാശറത്തിൽ അദാത്തി, നമ്മുടെ ഷർത്തിന് വേണ്ടി വരുന്ന അദാത്തുകൾ, ഷർത്തിൻ്റെ ഇസ്മുകളാവട്ടെ അല്ലെങ്കിൽ ഷർത്തിൻ്റെ ഹർഫാവട്ടെ, ഇതിനാണ് അദാത്ത് എന്ന് പറയാം. അതിൻ്റെ തൊട്ട് ശേഷം വരാൻ പറ്റാത്ത രൂപത്തിലാണ് ജവാബ് വന്നിട്ടുള്ളതെങ്കിൽ, അതിന് ഉദാഹരണം പറഞ്ഞാൽ കാന ജുംലത്തിൻ ഇസ്മിയ, ഇപ്പോൾ ഇസ്മിയായ ജുംലയായിട്ട് ജവാബ് വന്നു. നോക്കണം, മുളാരിയായ ഫീലായിട്ടല്ല, മറിച്ച് ഇസ്മിയായ ജുംലയായിട്ട്, മുബത്ത ഖബറൊക്കെ ഉള്ള ഒരു ഇസ്മിയായ ജുംലയായിട്ട് നമ്മുടെ ജവാബ് വന്നു. അല്ലെങ്കിൽ ഔ ഫിഅലിയത്തൻ, അല്ലെങ്കിൽ ഫിഅലിയായ ജുംലയായിട്ട് തന്നെ വന്നു, പക്ഷേ സാധാരണ മുളാരിയായ ഫെയിൽ അതിൻ്റെ ഫായിൽ എന്ന രൂപത്തിലല്ല, മറിച്ച് ഫിഅലുഹാ ത്വലബിയുൻ, അതിൻ്റെ ഫിഅൽ ഏതാണ്? ത്വലബിയായ ഫെയിലാണ്. അമ്ര, നെഹി പോലെയുള്ള ത്വലബിയായ ഫെയിലുകളാണുള്ളത്. ഔ ജാമിദുൻ, അല്ലെങ്കിൽ ജാമിദായ ഫെയിലാണുള്ളത്. ജാമിദായ ഫെയിൽ എന്ന് പറഞ്ഞാൽ കാദാഹ്വാത്തുകളൊക്കെ പോലെ അല്ലെങ്കിൽ അസ പോലെ ഉള്ള സൊറഫാക്കാൻ പറ്റാത്ത മുത്തസരിഫ് അല്ലാത്ത ഫെയിലുകൾ. ഔ മൻഫിയും ബി ലൻ ഔ മാ, അല്ലെങ്കിൽ മാ എന്ന നഫീൻ്റെ ഹർഫ് കൊണ്ടോ അല്ലെങ്കിൽ ലെന്ന് എന്ന നഫീൻ്റെ ഹർഫ് കൊണ്ടോ നഫി ചെയ്യപ്പെട്ട മുളാരിയായ ഫെയിലായിട്ട് വന്നു. ഔ മഖ്റൂനും ബി ഖദ്, കാണുന്നില്ല, വന്നോ? ഓക്കെ. ഔ മഖ്റൂനും ബി ഖദ്, അല്ലെങ്കിൽ ഖദ് എന്ന് പറയുന്ന ഹർഫ് കൊണ്ട് തുടങ്ങുന്ന ഒരു മാദിയായ ഫീലായിട്ടാണ് വന്നിട്ടുള്ളത് ജവാബ്. ഔ ബി ഹർഫി തൻഫീസിൻ, അല്ലെങ്കിൽ തൻഫീസിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്ന സീന്, സൗഫ തുടങ്ങിയ ഹർഫുകൾ കൊണ്ട് തുടങ്ങുന്ന ഫീലിയ ജുംല വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ജവാബ് വന്നു കഴിഞ്ഞാൽ ഖുരിന ബിൽ ഫാഇ വുജൂബൻ, അവിടെ എന്താ ചെയ്യുക? കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ, അതാണ് പ്രശ്നം. കറണ്ട് പോകുമ്പോൾ വൈഫൈ കട്ടാവും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഖുരിന ബിൽ ഫാഇ വുജൂബൻ, ഫാ ആ ജവാബിൽ കൊണ്ടുവൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ജവാബിൽ ജസ്മ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ജസ്മൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഇസ്മിയ ജുംലക്കാണ് പിന്നെ ജസ്മ് ഉണ്ടാവുക. അതുപോലെ ആ ഫീലിയായ ആ ജുംലക്കാണ് ജസ്മ് ഉണ്ടാവുക, അല്ലാതെ ജസ്മ് ലഭിക്കുന്ന ഒരു മുളാരിയ ഫീൽ പിന്നെ ജവാബിലുണ്ടാവില്ല. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്.
ഒരു ഉദാഹരണം പറയാം. വഇൻ യംസസ്ക അല്ലാഹു ബിദുല്ലിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഇൻ യംസസ്ക അല്ലാഹു ബിദുല്ലിൻ, അല്ലാഹു തആല തങ്ങൾക്ക് വല്ല പ്രയാസവും തരികയാണെങ്കിൽ ഫലാ കാശിഫ ലഹു, ആ പ്രയാസത്തെ തടുക്കുന്ന, അതിനെ ഉയർത്തിക്കളയുന്ന ഒരാളും ഇല്ല, ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ. വൈ യംസസ്ക, ഇനി അല്ലാഹു തആല തങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ബിഖൈരിൻ, വല്ല ഖൈറും തങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ ഖൈറുകൾ നൽകാനും കഴിവുള്ളവനാണവൻ. അവന് നൽകാൻ സാധിക്കും, അത് തടുക്കാനും ഒരാൾക്കും സാധിക്കുകയില്ല. ഇവിടെ നോക്കൂ, വഇ യംസസ്ക ബിഖൈരിൻ, അതൊരു ഷർത്താണ്. വഇ യംസസ്ക, തങ്ങൾക്ക് നൽകിയാൽ, ബിഖൈരിൻ, വല്ല ഖൈറും അല്ലാഹു തആല തങ്ങൾക്ക് നൽകിയാൽ എന്ത്, അതായത് ജവാബ് ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ആ ജുംലയാണ് ഇവിടെ ജവാബ്. ഇവിടെ മുളാരിയായ ഫീലൊന്നുമല്ല, മറിച്ച് ഒരു ഇസ്മിയായ ജുംലയാണ് ജവാബായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്മ് ആ ജവാബിൽ കാണാൻ കഴിയുകയില്ല, മറിച്ച് ആ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ജുംല ആ ജുംല അവിടെ മജ്സൂമായിട്ട് വരും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നത് ഷർത്തിലും ജവാബിലൊക്കെ ജസ്മ് വരുന്ന രൂപങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇദ്മാ തൽഅബ്, നീ കളിച്ചാൽ, യദ്രിബുക്കൽ ഉസ്താദു, ഉസ്താദ് നിന്നെ അടിക്കും എന്ന് പറയുമ്പോൾ ഇദ്മാ തൽഅബ്, ഈ തൽഅബ് എന്നുള്ളത് ഷർത്താണ്, അതിന് ജസ്മ് ലഭിച്ചു. അതിന് ജവാബാണ് യദ്രിബ്, അതിനും ജസ്മുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഷർത്ത് വന്നു കഴിഞ്ഞാൽ ഷർത്തിൻ്റെ ഫീല്, അതുപോലെ തന്നെ അതിൻ്റെ ജവാബ്, ഇങ്ങനെ രണ്ട് മുളാരിയായ ഫീലുകൾക്ക് ജസ്മ് ചെയ്യും ഈ അദാത്തുകൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇനി ജവാബായിട്ട് വരുന്ന സെൻറ്റൻസ് അതിങ്ങനെ മുളാരിയായ ഫീലൊന്നുമായിട്ടല്ല എങ്കിൽ, മറിച്ച് ഇസ്മിയായ ജുംലയോ മറ്റോ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ആ ജുംലയിൽ മുഴുവനായിട്ടാണ്, ജുംലക്കാണ് ജസ്മ് ഉണ്ടാവുക. കാരണം മുളാരിയായ ഫീലാണ് ജവാബായിട്ട് വരുന്നതെങ്കിലാണ് അവിടെ നമുക്ക് ജസ്മ് കാണാൻ കഴിയുക. ഇവിടെ യദ്രിബുക എന്നുള്ള ജവാബിൽ ജസ്മ് കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കാണാൻ കഴിയില്ലപ്പോഴാണ് ജവാബ് ഇങ്ങനെ മുളാരിയായ ഫീലായിട്ട് വരുമ്പോഴാണ്. അതേസമയത്ത് മുളാരിയായ ഫീലല്ലാതെ ഇസ്മിയായ ജുംലയായിട്ടൊക്കെ ജവാബ് വന്നു കഴിഞ്ഞാൽ ആ ജവാബായിട്ട് വരുന്ന ജുംല, ആ ജുംലക്കാണ് ജസ്മ് ഉണ്ടാവുക, അല്ലാതെ ജസ്മ് വേറെ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല ആ ജവാബിൽ ഒരു ഫാ കൊണ്ടുവരലും നിർബന്ധമാണ്. ഫാ കണ്ടോ, ഇവിടെ ജവാബ് ഏതാണ്? ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹുവ എന്ന് പറയുന്ന മുബ്തദ, ഖദീർ എന്ന് പറയുന്ന ഖബർ, അതിന് മുതഅല്ലഖുകളാണ് അലാ കുല്ലി ഷൈഇൻ എന്നുള്ളതൊക്കെ. ഏതാവട്ടെ, ഈ ഹുവ ഖദീർ എന്ന് പറയുന്ന ഇസ്മിയ ജുംലയാണ് ഇവിടുത്തെ ജവാബായിട്ട് വന്നിട്ടുള്ളത്. വഇൻ യംസസ്ക ബിഖൈരിൻ എന്ന ഷർത്തിൻ്റെ ജവാബായിട്ട് വന്നിട്ടുള്ളത് ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഇസ്മിയ ജുംലയാണ്. ഇങ്ങനെ ഇസ്മിയ ജുംല ഖബറായിട്ട് വരുമ്പോൾ അവിടെ ജസ്മ് എവിടെ ഉണ്ടാവുക? ഈ ജുംലക്ക് മുഴുവനായിട്ട് ജസ്മിൻ്റെ മഹല്ലിലാണ് ഉണ്ടാവുക എന്നർത്ഥം. അതുപോലെ ജവാബിൽ ഫാ കൊണ്ടുവരലും നിർബന്ധമാണ്. അതാണ് നമ്മൾ പറയണത്. വിഷയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇസ്മിയ ജവാബില് അത് പല രൂപങ്ങൾ. സാധാരണ മുളാരിയായ ഫെയില് വരുമ്പോഴാണ് ജസ്മ് ഉണ്ടാവുക, മുളാരിക്ക് ജസ്മ് ഉണ്ടാവുക. അല്ല ഇസ്മിയ ജുംലയായിട്ടോ അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രൂപങ്ങൾ, ഒരുപാട് രൂപങ്ങളുണ്ട്. ഫീലിയായ ജുംലയായിട്ട് വന്നു, പക്ഷേ ഫീല് സാധാരണ മുളാരി അല്ല, മറിച്ച് തൊലബിയായ ഫീലാണ്. ഇപ്പോൾ അമ്ര ഫീലൊക്കെയാണ് എന്ത് ചെയ്തത്? ജവാബായിട്ട് വന്നത്. അല്ലെങ്കിൽ ജാമിദായ ഫീലുകൾ, അസ, കാദ പോലെയുള്ള ജാമിദായ ഫീലുകൾ തുടങ്ങുന്ന ഫീലിയ ജുംല വന്നു.
അല്ലെങ്കിൽ ലെന്ന്, മാ തുടങ്ങിയ നഫീൻ്റെ ഹർഫുകൾ കൊണ്ട് മംഫിയായ ഫീൽ കൊണ്ട് തുടങ്ങുന്ന ഫീല ജുംല വന്നു. അല്ലെങ്കിൽ ഖദ്, അതുപോലെ തന്നെ സീന്, സോഫ തുടങ്ങിയ ഹർഫ് തംഫീസ് ഉണ്ടല്ലോ, ഇത്തരം ഹർഫുകൾ കൊണ്ട് തുടങ്ങുന്ന ഫീല ജുംല വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരേ നിയമമാണ്. അവിടെ ജവാബിൽ ഫാ കൊണ്ടുവരലും നിർബന്ധമാണ്. മാത്രമല്ല ആ ജുംല മുഴുവനായിട്ട് ജസ്മിൻ്റെ മഹലിലാണ് എന്നാണ് പറയാം. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യം നമ്മൾ ഇസ്മിയ ജുംലൻ്റെ ഉദാഹരണം പറഞ്ഞു, ഫഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നടുത്ത്. ഇനി അടുത്ത ഉദാഹരണം പറയണത് ഫീലിയ ജുംല തന്നെ, പക്ഷേ ഫീൽ എന്താണ്, ത്വലബിയായ ഫീലായിട്ട് വന്നു. അതായത് സാധാരണ മുദാരിയായ ഫീലല്ലാതെ ത്വലബിയായ ഫീലായിട്ട് എന്ത് ചെയ്തു, ജവാബ് വന്നു. അങ്ങനെയൊക്കെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. കുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തുഹിബ്ബൂന അല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. അവിടെ ഇന്ന് നമുക്കറിയാം ഷർത്തിന് വേണ്ടി വരുന്ന ഇന്നാണ് അല്ലേ. ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, ഇവിടെ ഷർത്ത് ഏതാണ്, ഷർത്തിൻ്റെ ഫീല് ഈ കുന്തും എന്നുള്ള ഫീലാണ് ഇവിടെ ഷർത്തിൻ്റെ ഫീല്. ഇവിടെ ഷർത്തും എന്തായാലും മുദാരിയ ഫീലായിട്ടല്ല വന്നിട്ടുള്ളത്, മാലിയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയും ഈ കുന്തും എന്നിടത്തും എന്താണ്, മഹലിലാണ് ജസ്മ ഉണ്ടാവുക. അതുപോലെ ജവാബ് വന്ന ഏതാണ്, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് ജവാബ് എന്താണ്, ഫത്തബിഊനി നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. ഇത്തബിഉ എന്ന അമ്രു ഫീലാണ് ഇവിടുത്തെ ജവാബ്. ഇങ്ങനെ ത്വലബിയായ ഫീലാണ് ജവാബായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇത്തബിഊനി എന്നുള്ള ജുംലയുടെ തുടക്കത്തിൽ ഫാ കൊണ്ടുവരലും നിർബന്ധമാണ്. പിന്നെ ഈ ജുംലക്ക് മുഴുവനായിട്ട് ജസ്മിൻ്റെ മഹലിലാണ് എന്നാണ് പറയുക. ഓക്കെ, ഇത്തബിഊനി എന്നുള്ള രണ്ട് ജസ്മ വരും. ഒന്ന് കുന്തും എന്നുള്ളിടത്ത് ഷർത്തിൻ്റെ ഫീൽ ഇവിടെ കുന്തും എന്നുള്ളതാണ്. ഇൻ കുന്തും, ഈ കുന്തും എന്നുള്ളതാണ് ഷർത്തിൻ്റെ ഫീല്. ഈ ഷർത്തിൻ്റെ ഫീലും ഇവിടെ സാധാ മുദാരിയായ ഫീലായിട്ടല്ല വന്നത്, മാലിയായ ഫീലായിട്ടാണ് വന്നത്. അതുകൊണ്ട് അവിടെയും മഹലിലാണ് ജസ്മ ഉണ്ടാവുക. ആ കുന്തും എന്നുള്ള കാനയും കാൻ്റെ ഇസ്മു ഖബറൊക്കെയുള്ള ജുംല ഉണ്ടല്ലോ, ആ ജുംലക്ക് മഹല്ല് ജസ്മ. എന്നുപോലെ അതിൻ്റെ ജവാബാണ് ഫത്തബിഊനി. ആ ജവാബായിട്ട് വന്ന ഈ ജുംലക്കും മഹല്ല് ജസ്മ. ഓക്കെ, ഇനി ഇതിപ്പോൾ ത്വലബിയായ ഫീലോട് തുടങ്ങുന്ന ജുംല ജവാബായിട്ട് വന്നതിന് ഉദാഹരണമാണ്. ഇനി അടുത്ത ഉദാഹരണം എന്തത്, അസ എന്നുള്ളത് ജാമിദായ ഫീലാണ് അല്ലേ. ജാമിദായ ഫീല് കൊണ്ട് ജവാബായിട്ട് വരുന്ന ഉദാഹരണം ഇപ്പോൾ വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൂറത്തുൽ കഹഫിൽ സാധാരണ വെള്ളിയാഴ്ച മോദാറുള്ള സൂറത്താണ് അല്ലേ. ലൗലാ ഇദ് ദഖൽത, ഒരു സഹോദരന് അല്ലാഹു തആല വലിയ തോട്ടങ്ങളൊക്കെ നൽകി. അപ്പോൾ ആ സഹോദരൻ അഹങ്കരിച്ചു. അപ്പം മറ്റേ സഹോദരൻ ചോദിക്കുകയാണ്, ലൗലാ ഇദ് ദഖൽത ജന്നതക, നീ എന്തേ നിൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കുൽത്ത പറയാതിരുന്നു, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എന്തേ നീ പറയാഞ്ഞു. ഇൻ തറനി, നീ എന്നെ കാണുകയാണെങ്കിൽ, അന അഖല്ല മിൻക, നിന്നേക്കാൾ കുറവുള്ളവനായിട്ട് നീ എന്നെ കാണുകയാണെങ്കിൽ, മാലൻ വലദൻ, സമ്പത്തിനാലും സന്താനങ്ങളാലും കുറവുള്ള ആളായിട്ടാണ് നീ എന്നെ കാണുന്നതെങ്കിൽ, അതിൻ്റെ ജവാബ് ഫ അസാ റബ്ബി, എൻ്റെ റബ്ബായേക്കാം, അയ്യു ഉത്തിയനി, എനിക്ക് നൽകുന്നവനായേക്കാം, ഖൈറം മിൻ ജന്നത്തിക, നിൻ്റെ തോട്ടത്തേക്കാൾ ഉത്തമമായത് എനിക്ക് നൽകുന്നവനായേക്കാം. അവിടെ ഇൻ തറനി, റഅ യറ, റഅ എന്ന ഫീലിൽ നിന്ന് പോകുന്ന മുദാരിയാണ് യറ. അപ്പോൾ ഇൻ തറ, നീ കണ്ടാൽ, നീ കാണുകയാണെങ്കിൽ, നീ എന്നെ നീ കാണുകയാണെങ്കിൽ എന്തായിട്ട്, അക്കല്ല മിങ്ക മാല വലദൻ, സമ്പത്തിനാലും സന്താനത്തിനാലും കുറവുള്ളവനായിട്ട് കാണുകയാണെങ്കിൽ, അതിൻ്റെ ജവാബ് എന്താണ്, ഫ അസാ റബ്ബി അയ്യു ഉത്തിയനി, എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്നവനായേക്കാം, ഖൈറം മീൻ ജന്നത്തിക, അതിൻ്റെ തോട്ടത്തേക്കാൾ ഉത്തമമായത് എനിക്ക് അവൻ നൽകിയേക്കാം. ഇവിടെ അസ എന്ന് തുടങ്ങുന്ന ഈ ജാമിദായ ഫീലോട് തുടങ്ങുന്ന ഫീലിയ ജുംലയാണ് ഇവിടുത്തെ ജവാബായിട്ട് വന്നത്. അപ്പോഴും ഇവിടെ ഫാ നിർബന്ധമായി. അതുപോലെ തന്നെ ഈ ജവാബായിട്ട് വന്ന ജുംല ഉണ്ടല്ലോ, അസാ റബ്ബി അയ്യു ഉത്തിയനി എന്നുള്ള അസയും അസൻ്റെ ഇസ്മ ഖബറൊക്കെ കൂടിയ ജുംല, ആ ജുംല മൊത്തം ജസ്മിൻ്റെ മഹല്ല് എന്ന് പറയും. ഷർത്തിൻ്റെ ഫെയിൽ ഇവിടെ ഇൻ തറനി എന്നുള്ളിടത്ത് റഅ യറ എന്നാണല്ലോ ഫീൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ് ഇവിടുത്തെ ജസ്മുള്ളത് കേട്ടോ. ഇത് മുദാരിയ ഫീലാണ് തറനി എന്നുള്ളത്. അവിടെ പിന്നെ സാധാ ജസ്മന്നാണ്. ഇവിടെ മുഴത്തല്ലായ ഫീലായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ട് ജസ്മുണ്ടല്ലോ, ആ ജസ്മാണ് അവിടെ ഉള്ളത്. റഅ യറ എന്നാണ് മുദാരി.
യറ മുലായാണ് യറ അതിൻ്റെ യറ യറയാനി യറൗന തറ തറയാനി യറൈന തറ ആ തറ എന്നതാണ് ഇവിടെ. പിന്നെ യായിനെന്ത് ചെയ്തു ജസ്മിന് വേണ്ടി കളഞ്ഞു, അപ്പോൾ തറ എന്നായി. പിന്നെ നീ എന്നുള്ളത് നൂന് വിക്കായത്തിൻ്റെ നൂനും യാ മുത്തക്കലിമിൻ്റെ യാ. അത് ഖുറാനിലുള്ള എഴുത്തിൽ അവിടെ യാ കാണുകയില്ല, ഉച്ചാരണത്തിൽ അവിടെ യാ ഉണ്ട് കേട്ടോ. ഇൻ തറനീ എന്നാണ്. ഖുറാനല്ലാത്തോടത്ത് നമ്മൾ എഴുതാണെങ്കിൽ യാ കൂട്ടിയിട്ട് തറനീ എന്നാണ് എഴുതുക, യാ മുത്തക്കലിമിൻ്റെ യാ. ഖുറാനിലുള്ള എഴുത്ത് പിന്നെ ഖുറാനിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ. ഖുറാനിൽ എഴുത്ത് യാ ഇല്ലാതെയാണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ യാ കൊടുക്കാതിരുന്നത് കേട്ടോ. ഇവിടുത്തെ വിഷയം മനസ്സിലായോ? ഷാഹിദ് മനസ്സിലായോ? ഇൻ തറനി ഫാസ ഷർത്തും ജവാബൊക്കെ മനസ്സിലായില്ലേ? ഒരു റിപ്ലൈ വരുന്നില്ല. മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത ഇവിടെ അയ്യുത്തിയ എന്നുള്ളത് നസ്ബാണ്. അത് അന്ന ഇവിടെ ഉള്ളതുകൊണ്ട് ഇതല്ലേ ചോദിച്ചേ? ഇതാണ് ചോദിച്ചത്. അതിന് അന്നുള്ളതുകൊണ്ട് മസ്തരിയായ അന്നു വന്നാൽ ഇവിടെ ആത്തായു ഉത്തി എന്നുണ്ടോ? അത്തായു ഉത്തി എന്നുള്ള ഫീല്, ആ ഫീലാണ് നസ്ബ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി മറ്റൊരു ഉദാഹരണം, ലെന്ന് കൊണ്ട് നഫി ചെയ്യപ്പെട്ട ഫീലോ ജവാബായിട്ട് വന്നതിന് ഉദാഹരണമാണ് വമാ തഫ് അലൂ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും, മിൻ ഖൈരിൻ എന്ത് ഖൈറാവട്ടെ നിങ്ങളത് പ്രവർത്തിച്ചാൽ, ഫലൻ തുക്ഫറൂഹു അതിനെ നിങ്ങൾക്ക് നന്ദികേട് കാണിക്കപ്പെടുകയില്ല, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടും എന്നർത്ഥം. ഇവിടെ മാ എന്നുള്ളത് ഷർത്തിയായ മായാണ്. അതിൻ്റെ ഷർത്തിയായ ഫീല് തഫ് അലൂ എന്നുള്ളതാണ്. തഫ് അലൂന എന്നുണ്ടാവുക, ജസ്മിന് വേണ്ടി നൂന് കളഞ്ഞു. ഇവിടെ മാ തഫ് അലൂ എന്നുള്ളതാണ് ഷർത്ത്. അതിൻ്റെ ജവാബ് ഏതാണ്? ലൻ തുക്ഫറൂഹു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയില്ല എന്നുള്ള ലൻ തുക്ഫറൂഹു എന്നുള്ള ലന്ന് കൊണ്ട് നഫി ചെയ്യപ്പെട്ട ഫീലിയ ജുംലയാണ് ഇവിടുത്തെ ജവാബ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഫാഗ് നിർബന്ധമായി. അതുപോലെ തന്നെ ആ ലൻ തുക്ഫറൂഹു എന്നുള്ള ജുംല മൊത്തത്തിൽ ജസ്മിൻ്റെ മഹലിലാണ് എന്നാണ് പറയാം. പിന്നെ ലൻ തുക്ഫറൂ എന്നുള്ള ഫീലിന് ഇപ്പോൾ നെസ്ബുണ്ട് കേട്ടോ. ലെന്ന് ഇവിടെ ഉള്ളതുകൊണ്ട് നെസ്ബുണ്ട്, അത് വേറെ. ഈ ലൻ തുക്ഫറു മൊത്തത്തിൽ ജസ്മിൻ്റെ മഹലിലാണ്. ഓക്കെ. തുക്ഫറു എന്നുള്ള ഫീല് മാത്രം നെസ്ബിൻ്റെ മഹലിൽ, ലെന്ന് കൊണ്ട് നെസ്ബ്. ഇനി ലെന്നും തുക്ഫറും കൂടെയുള്ള ജുംല മൊത്തം എന്താണ്? ജസ്മിൻ്റെ മഹലിൽ ജവാബായതുകൊണ്ട്. പിന്നെ വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബ് വലാകിന്നല്ലാഹ യുസല്ലിതു റുസുലഹു അലാ മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടുത്ത ഉദാഹരണം, ഇവിടെ മാ കൊണ്ട് നഫി ചെയ്യപ്പെട്ട ഫീല് ജവാബായിട്ട് വന്നതിന് ഉദാഹരണമാണ് വമാ അഫാ അല്ലാഹു തആല ഫൈ മുതലായി നൽകുന്ന ധനം അലാ റസൂലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യുദ്ധങ്ങളിലും മറ്റൊന്നല്ലാതെ നൽകുന്ന, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റേ നികുതിയായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രൂപങ്ങളിലൊക്കെ ലഭിക്കുന്ന മുതൽ, ആ മുതലാകുന്നത് അല്ലാഹു തആല എന്ത് അങ്ങനെ നൽകിയാലും ഫമാ ഔജഫ്തും അലൈഹി ആ മുതലിൻ്റെ മേൽ നിങ്ങൾ ഉളരിച്ചിട്ടില്ല, നിങ്ങൾ ഓടിച്ചിട്ടില്ല, മിൻ ഖൈലിൻ വലാ റികാബിൻ കുതിരകളെയോ ഒട്ടകത്തെയോ നിങ്ങൾ അതിൻ്റെ മേൽ ഓടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ യുദ്ധങ്ങളിലല്ലാതെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മുതലുകൾ, ആ മുതലുകൾ ലഭിക്കാൻ വേണ്ടി സ്വഹാബത്താകുന്ന നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് അല്ലാഹു തആല അങ്ങനെ യുദ്ധത്തിനും മറ്റൊന്നല്ലാതെ തന്നെ കൊടുത്താണല്ലോ. അതുകൊണ്ട് അതിൻ്റെ അവകാശം പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യേണ്ട, വരണ്ട. മറിച്ച് അല്ലാഹു തആല എന്ത് ചെയ്യും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നു. നബി തങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അർഹരായ ആളുകൾക്ക് നൽകുന്നു എന്നർത്ഥം. ഏതാവട്ടെ ഇവിടെ ചെയ്തു മാ അഫാ അല്ലാഹു എന്നുള്ള മാ ഷർത്തിയായ മാ ആണ്. അതിൻ്റെ ജവാബ് ഏതാണ്? മാ ഔജഫ്തും അലൈഹി എന്നുള്ള ആ മാ എന്ന നഫീൻ്റെ അർഫ് കൊണ്ട് നഫി ചെയ്യപ്പെട്ട ഔജഫ്തും എന്ന ഫീല്, ആ ഫീലോട് തുടങ്ങുന്ന ജുംല ഫീലിയ ജുംലയാണ് ഇവിടുത്തെ ജവാബായിട്ട് വന്നത്. മാ അഫാ അല്ലാഹു തആല ഫൈ മുതലായിട്ട് എന്ത് നൽകിയാലും അലാ റസൂലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയാൽ, മിൻഹും ആ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് എന്ത് നൽകിയാലും ഫമാ ഔജഫ്തും നിങ്ങൾ ഓടിച്ചിട്ടില്ല അലൈഹി ആ മുതലിൻ്റെ മേൽ മിൻ ഖൈലിൻ വലാ റികാബിൻ ഒട്ടകത്തെയോ കുതിരൻ്റെ മേലോ ഓടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നിങ്ങൾ അതിൻ്റെ മേൽ കഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടോ മറ്റൊന്നും നേടിയെടുത്തതല്ല എന്നൊക്കെ അർത്ഥം. ഇവിടെ എന്ത് ചെയ്തു? മാ ഔജഫ്തും എന്നുള്ള ആ
മംഫിയായ ഫീലാണ് ജവാബായിട്ട് വന്നത്. അതുകൊണ്ട് ഫാ നിർബന്ധമാണ്. ഈ ജുംല മുഴുവനായിട്ടും മഹല്ലിൽ ജസ്മാണ് എന്നർത്ഥം. അതുപോലെ മാ അഫ അള്ളാഹു എന്നുള്ളടത്ത് ഷർത്തിൻ്റെ ഫീല് അഫ എന്നുള്ളതാണ്. അതും മാലിയായ ഫീൽ അതുകൊണ്ട്, മുതാരി അല്ലാത്തതുകൊണ്ട് മാലിയ ഫീൽ ആയതുകൊണ്ട് അവിടെ മഹലിലാണ്. ഇവിടെയും ജസ്മ് കേട്ടോ. ഷർത്തും ജവാബും ഒക്കെ മഹലിലാണ് ജസ്മുള്ളതെന്നർത്ഥം. അടുത്ത ഉദാഹരണം ഖാലു ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഹുല്ലഹു. ഇവിടെ ഉദാഹരണം എന്തിനാണ്? ജവാബായിട്ട് എന്ത് ചെയ്തു? ഖദ് എന്ന ഹർഫ് കൊണ്ട് തുടങ്ങുന്ന മാലിയ ഫീല്, അങ്ങനെ ഒരു ഫീല ജുംല എന്ത് ചെയ്തു? ജവാബായിട്ട് വരുന്നതിന് ഉദാഹരണം. അവിടെയും ഫാ നിർബന്ധമാണ്. ജുംല മൊത്തം മഹല്ല് ജസ്മ് എന്നാണ് ഉദാഹരണത്തിൻ്റെ അർത്ഥം. ഖാലു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു ഈ യസ്രിഖ്, ഇദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ബിന്യാമിനെ കുറിച്ച് ചൂണ്ടി പറയാണ്, ഇദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഫഖദ് സറഖ അഹുല്ലഹു, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ യൂസുഫ് എന്ന് പറയുന്നൊരു സഹോദരൻ മുമ്പുണ്ടായിരുന്നു, മൂപ്പരും ഇതുപോലെ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന സന്ദർഭമാണത്. ഇവിടെ ഈ യസ്രിഖ് അതിൻ്റെ ജവാബാണ് ഫഖദ് സറഖ അഹുല്ലഹു എന്നുള്ള ആ ഖദ് കൊണ്ട് തുടങ്ങുന്ന ഫീലിയ ജുംല. ഓക്കെ, അപ്പം ഷർത്തായിട്ട് യസ്രിഖ് മുദാരിയ ഫീൽ തന്നെ വന്നതുകൊണ്ട് അതിന് ജസ്മ് ലഭിച്ചിട്ടുണ്ട്. ജവാബ് ഏതാണ്? ഖദ് സറഖ എന്നുള്ള ഖദ് കൊണ്ട് തുടങ്ങുന്ന ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഇവിടെ ജവാബ്. അതുകൊണ്ട് ഫാ നിർബന്ധമായി. പിന്നെ ഖദ് സറഖ അഹുൻ എന്നുള്ള ജുംല മൊത്തത്തിലാണ് ജസ്മിൻ്റെ മഹല്ല്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഫൽ യുഖാത്തിൽ ഫീ സബീലില്ലാഹി അല്ലദീന യശ്റൂനൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ വമൻ യുഖാത്തിൽ ഫീ സബീലില്ലാഹി ഫയുഖ്തൽ ഔ യഗ്ലിബ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ. ഇവിടെ എന്തിനാ ഉദാഹരണം? ഷറത്തിൻ്റെ ജവാബായിട്ട് തൻഫീസിൻ്റെ ഹർഫ് സീന്, സൗഫ, ഇതൊക്കെയാണ് തൻഫീസിൻ്റെ ഹർഫുകൾ എന്ന് പറയാം. ഈ തൻഫീസിൻ്റെ ഹർഫുകൾ കൊണ്ട് തുടങ്ങുന്ന ഫീൽ എന്ത് ചെയ്തു? ഫീലിയ ജുംല ജവാബായിട്ട് വന്നതിന് ഉദാഹരണം. ഒമൻ യുഖാത്തിൽ ഫീ സബീലില്ലാഹി, ഒമൻ യുഖാത്തിൽ ആരെങ്കിലും യുദ്ധം ചെയ്താൽ, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും യുദ്ധം ചെയ്താൽ, എന്നിട്ട് ഫയുഖ്തൽ ആ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുകയോ, ഔ യഗ്ലിബ് അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്താൽ, ഫസൗഫ നുഅ്തീഹി എന്നതിന് ജവാബ്. വിജയിക്കുകയോ ചെയ്താൽ, ആരെങ്കിലും യുദ്ധം ചെയ്യുകയും അതിൽ ഷഹീദാവുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്താൽ ജവാബ് എന്താണ്? ഫസൗഫ നുഅ്തീഹി, നാം അവന് നൽകും അജ്റൻ അളീമ, വലിയ പ്രതിഫലം നാം അവന് നൽകും ആഖിറത്തിൽ. ഇവിടെ സൗഫ് കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ജവാബായിട്ട് വന്നത്. അവിടെയും എന്ത് നിർബന്ധമാണ്? ഫാ നിർബന്ധമാണ്. ആ ജുംല മൊത്തം മഹല്ലിൽ ജസ്മാണ്. ഷർത്തിൻ്റെ ഫീൽ ഇവിടെ യുഖാത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അവന് ജസ്മ് ലഭിച്ചിട്ടുണ്ട്. മുദാരിയ ഫീൽ മജ്സൂം ജസ്മ് നേരത്തെ ലഭിച്ചു. അവിടേക്ക് അത്ഫാണ്. പിന്നെ യുഖ്തൽ ഔ യഗ്ലിബൊക്കെ ഫാ കൊണ്ട് അത്ഫ് ചെയ്യപ്പെട്ടാണ് യുഖാത്തിൽമക്ക്. അതുകൊണ്ട് അത്ഫ് ആയതുകൊണ്ട് ഇതിനൊക്കെ ജസ്മ് ലഭിച്ചിട്ടുണ്ട്. ജവാബായിട്ട് വന്നത് ഏതാണ്? സൗഫ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. അതുകൊണ്ട് മഹല്ലിലാണ് ജസ്മ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സാധാരണ മുദാരിയ ഫീലായിട്ട് മാത്രമല്ല ഷർത്തും ജവാബൊക്കെ വരിക എന്നാണ് സൂചിപ്പിച്ചതിനർത്ഥം. അങ്ങനെ മുദാരിയ ഫീലല്ലാതെ ഈ പറയപ്പെട്ട രൂപങ്ങളിലൊക്കെയാണ് ഷർത്തും ജവാബൊക്കെ വരുന്നത് എങ്കിൽ ആ ജുംലക്ക് മഹല്ലിൽ എന്തായിരിക്കും? ജസ്മ് ഉണ്ടായിരിക്കും എന്നർത്ഥം. ആ സീൻ വന്നാലും സോഫ് വന്നാലും അങ്ങനെ തന്നെയാണ്. അവിടെ ഇപ്പോൾ ഫസൻ ഉത്തീഹി എന്നായിരുന്നുവെങ്കിൽ ആയത്തിൽ സോഫ എന്നാണുള്ളത്. അവിടെ സായ ആയിരുന്നുവെങ്കിൽ ഫസൻ ഉത്തീഹി എന്നായിരുന്നുവെങ്കിൽ അവിടെ ഫ നിർബന്ധമാണ്. അതുപോലെ തന്നെ എന്താണ്? മഹല്ലിലാണ് ജസ്മ് ഉണ്ടാവുക. അപ്പോൾ ഈ പറയപ്പെട്ട രൂപങ്ങളൊക്കെ വന്നാൽ ജവാബിൽ ഫാ നിർബന്ധമാണെന്ന് പറഞ്ഞു. ഏതൊക്കെ രൂപങ്ങളാണ്? ഒന്ന് ഇസ്മിയ ജുംല ജവാബായിട്ട് വന്നാൽ, അതുപോലെ തന്നെ ഫീലിയ ജുംല. ആ ഫീലിയ ജുംല എങ്ങനെ? അതിൻ്റെ ഫീല് ത്വലബിയാവുകയോ അല്ലെങ്കിൽ അസ പോലെ ജാമിദാവുകയോ അല്ലെങ്കിൽ ലെന്ന് മാ കൊണ്ട് മംഫിയാവുകയോ അല്ലെങ്കിൽ ഖദ് കൊണ്ട് അന്വരിച്ച് വരികയോ അല്ലെങ്കിൽ തൻഫീസിൻ്റെ ഹർഫുകൾ കൊണ്ട് അന്വരിച്ച് വരികയൊക്കെ ചെയ്താൽ ഈ രൂപത്തിൽ ഫാ നിർബന്ധമാണെന്ന് പറഞ്ഞു. ഇനി അവസാനത്തെ ഒരു നിയമം കൂടി പറയാനുള്ളത് വയജൂസ് റബുത്തു ബി ഇദൽ ഫുജാഇയ ഐദൻ ഇതാ കാന ജവാബ് ജുംലത്തുൻ ഇസ്മിയ. ഇതിൽ ആദ്യം പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഇസ്മിയ ജുംല ജവാബായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു. ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇസ്മിയ ജുംലക്ക് ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ഇസ്മിയ ജുംല ജവാബായിട്ട് വരുമ്പോൾ അവിടെ ഫാ മാത്രമല്ല വേറെ ഒരു ഹർഫും കൂടി അവിടെ പറ്റും. അതാണ് ഇദാ എന്നുള്ളത്. ഇദാ എന്നത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? റബത്തിന് വേണ്ടി വരാൻ പറ്റും.
എല്ലായിടത്തും ഫ ആണ് നിർബന്ധമാവുക എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്മിയായ ജുംല ജവാബായിട്ട് വരുമ്പോൾ ഫ തന്നെ വേണമെന്നില്ല, മറിച്ച് ഇദാ എന്നുള്ള ഫുജായിയായ ഇദാ എന്ന് പറയും. ആ ഇദയും ഇങ്ങനെ റബ്ബത്തിന് വേണ്ടി വരാൻ പറ്റും, ഫാക്ക് പകരമായിട്ട് റബ്ബത്തിന് വേണ്ടി വരാൻ പറ്റും. അതിന് ഉദാഹരണം വൈദാ അദഖ്നന്നാസു റഹ്മത്തൻ ഫരിഹു ബിഹ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വൈൻ തുസിബുഹും ജനങ്ങൾക്ക് നേരിട്ടാൽ, സയ്യിഅത്തുൻ വല്ല പ്രയാസവും നേരിട്ടാൽ, ബിമാ ഖദ്ദമത് ഐദീഹിം അവർ തന്നെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, അവരുടെ കർമ്മഫലമായി വല്ല സയ്യിഅത്തും വിപത്തുകളും അവർക്ക് നേരിട്ടാൽ, ഇദാഹും യഖ്നതൂൻ അവർ നിരാശരായി മാറും. അവരാകെ നിരാശയിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ടൊക്കെ നിരാശയിൽ കഴിയും. അവിടെ എന്ത് ചെയ്തു? ഇൻ തുസിബുഹും എന്നുള്ള ഷർത്ത്, അതിൻ്റെ ജവാബ് ഏതാണ്? ഇദാഹും യഖ്നതൂൻ, അവർ നിരാശരാകും എന്നുള്ളതാണ് ജവാബ്. ആ ജവാബ് ഹും യഖ്നതൂൻ എന്നുള്ള ആ ഇസ്മിയ ജുംലയാണ് ഇവിടെ ജവാബായിട്ട് വന്നിട്ടുള്ളത്. അവിടെ റബ്ബത്തിന് വേണ്ടി ഫ അല്ല വന്നത്, ഫഹും യഖ്നതൂൻ എന്നല്ല പറഞ്ഞത്, ഇദാഹും യഖ്നതൂൻ. അപ്പോൾ ഇസ്മിയ ജുംല ജവാബായിട്ട് വരുമ്പോൾ ഫ മാത്രമല്ല, മറിച്ച് ഇദാ എന്നുള്ളതും റബ്ബത്തിന് വേണ്ടി വരാൻ പറ്റും എന്നർത്ഥം. ബാക്കിയുള്ളതൊക്കെ ഫ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇസ്മിയ ജുംല ജവാബായിട്ട് വരുന്നിടത്ത് ഫ മാത്രമല്ല ഇദാ എന്നുള്ളതും വരാൻ പറ്റും. ഏതവിടെ ഇതൊക്കെ ഇദാഹും യഖ്നതൂൻ എന്നുള്ള ജുംല അവിടെ ജസ്മിൻ്റെ മഹലിലായിരിക്കും കേട്ടോ. ഇൻ എന്ന ഷർത്തിൻ്റെ ജവാബായതുകൊണ്ട് മഹല് ജസ്മായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അമ്രിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്നറിയില്ലേ, അവിടെ അമ്രിൻ്റെ ഉദാഹരണമാണ് കൊടുത്തത് നമ്മൾ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന് പറഞ്ഞു. അവിടെ ഇത്തബിഉ എന്നുള്ള അമ്രാണല്ലോ. ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ ഫഹുവ മുത്തബിഉൻ വത്തുബിഅ യുത്തബഉ ഇത്തിബാഅൻ ഫഹുവ മുത്തബഉൻ അൽ അംറു മിൻഹു ഇത്തബിഉ. എങ്ങനെ മനസ്സിലായില്ല? അവിടെ കത് കൊണ്ട് തുടങ്ങുന്ന ഫഖദ് ഫാസ ഫൗസൻ അലീമ, കത് കൊണ്ട് തുടങ്ങുന്ന ഫീല് ജവാബായിട്ട് വരുമ്പോൾ ഫാ നിർബന്ധമായി. അതാണ് ഫഖദ് ഫാസ ഫാ വന്നത്. ഓക്കെ, ഇനി കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ. നവാസിബ് ജവാസികളുമായി ബന്ധപ്പെട്ട അല്പം ചില ചോദ്യങ്ങളാണ്. ഓക്കെ, ചോദ്യം നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ലം ഡാഷ് അൽ ഫല്ലാഹൂന അൽ ഖുംഹ. PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം കാണുന്നുണ്ടോ? ഓപ്ഷൻസും മൊത്തം കാണുന്നുണ്ടോ? അങ്ങനെ ശരിക്കും നോക്കിക്കോളി. ഫല്ലാഹൂന കൃഷിക്കാരാണ്, ഖുംഹ ഗോതമ്പാണ്. കാരണം കൂടി പറയട്ടോ, യസ്റഊ എന്ന് പറയാനുള്ള കാരണം കൂടി പറയാം. ലമ്മ് വന്നുകൊണ്ട് നൂനെ കളഞ്ഞു അല്ലേ? അതെ, ലം യസ്റഉ എന്ന് മൂന്നാമത്തേതാണ് ജവാബായിട്ട് വരാം, ഉത്തരമായിട്ട് വരാം. സി ആണ് ഉത്തരമായിട്ട് വരാം. കാരണം ഫീല് ആദ്യം വരുമ്പോൾ ഫീലിനെ ജമ്മാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ലം യസ്റഇൽ ഫല്ലാഹൂന അൽ ഖുംഹ എന്നുള്ളതാണ് ശരിയായ ഉത്തരം കേട്ടോ. ഇനി അടുത്ത ചോദ്യം NTA നെറ്റിന് ചോദിച്ച ചോദ്യമാണ്. ഇസ്നാഇൽ മഅറൂഫ ഫ ഒരു ഉദാഹരണമാണ്. ആ ഉദാഹരണം നിങ്ങൾ വായിച്ചാൽ മതി. അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതെന്തിനു ഉദാഹരണമാണെന്നാ. ഇതിൽ മുദാരിഇൽ മൻസൂബി ബി അനിൽ മുദ്മറത്തൻ ബഅദ ഫാഇ സബബിയ, അതല്ലെങ്കിൽ ലി ഷർത്തി വജവാബ് ഷർത്ത്, ലി ഫീലിൽ അംറിൽ മർബൂത്ത് ബി ഫാഇ തഅഖീബി, ലിൽ മുദാരിൽ മജ്സൂമി ബി ജവാബി ഷർത്ത്. ഇങ്ങനെ ഏതിന് ഉദാഹരണമായിട്ടാണ് ഉള്ളതെന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായല്ലേ?
എന്തിനുദാഹരണം എടുക്കും? ഇസ്നഇൽ മഅറൂഫ, നിങ്ങൾ നന്മ ചെയ്യുവീൻ. പിന്നെ ബാക്കി ഞാൻ വായിക്കണില്ല, വായിച്ചാൽ പിന്നെ ഉത്തരം കിട്ടുമല്ലോ. ആർക്കെങ്കിലും ഉത്തരം പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റുമോ? അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യൽ നിർബന്ധമായ സന്ദർഭങ്ങളിൽ പെട്ടതാണ് ഈ തൊലബുകൾക്ക് ശേഷം സബബിയായ ഫാഇൻ്റെ ശേഷം എന്നുള്ളത് അല്ലേ. ഇവിടെ ഇസ്നാഇൽ മഅറൂഫ എന്നുള്ളത് അമ്രാണ്, ഫീല് കൊണ്ടുള്ള തൊലബാണ് അർത്ഥം. ഈ അമ്രിന് ശേഷം സബബിയായ ഫാ വന്നു. അങ്ങനെ സബബിയായ ഫാ വന്നു കഴിഞ്ഞാൽ ശേഷം അന്ന് മറക്കപ്പെടുകയും ആ അന്ന് കൊണ്ട് മുദാരിഅ ഫീലിന് നസ്ബ് ചെയ്യാൻ നിർബന്ധമാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ മുദാരിഅൽ മൻസൂബി ബി അൻ മുദ്മറത്തൻ ബഅദ ഫാഇ സബബിയ, അതിന് ഉദാഹരണമാണ് ഇത്. ഇസ്നാഇൽ മഅറൂഫ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും, അങ്ങനെ നന്മ പ്രവർത്തിച്ചാൽ ഫതനാല, അത് കാരണമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫതനാല, ഇവിടെ ഫ അൻ തനാല എന്നുണ്ടാവും. ഫതനാല ശുക്ര, ശുക്രിനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഉഷാർ. ഇനി അടുത്ത ചോദ്യം PSC ഫുൾ ടൈം എക്സാം ചോദിച്ചാണ്. അൽ ജുംലത്തുല്ലത്തി ഫിഹ ഫീലുൻ മുദാരിഉൻ മർഫൂഉൻ മിനൽ അർബഅത്തിൽ ആതിയ, താഴെയുള്ളതിൽ മർഫൂ ആയ മുദാരി ആയ ഫീല് ഏത് ഉദാഹരണത്തിലാണുള്ളത്? എങ്ങനെ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് അല്ലേ. ഒന്നാമത്തതിൽ ലെന്നുള്ളത് കൊണ്ട് ഏതായിരിക്കും ഇറാബ് ഉണ്ടാവുക? ഓരോന്ന് വായിക്കാവോ? ഓക്കെ, ലെൻ അക്ദിബ എന്നുണ്ടാവുക. പിന്നെ 2 എൻസിലുൽ മത്തറു, അവിടെ പിന്നെ മുദാരിന് മുമ്പ് ജാസിമോ നാസിബോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് റഫ് ആണ്, അതാണ് ഉത്തരം. പിന്നെ ലം യൻഖത്തിയ, ലം വന്നതുകൊണ്ട് ജസ്മായിരിക്കും. പിന്നെ ലാ തുക്സിർ, നഹീൻ്റെ ലാ വന്നതുകൊണ്ടും അവിടെ ജസ്മായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത ചോദ്യം. സ്ക്രീൻ പോയി, കറണ്ട് പോയതാണ്. അടുത്തത് കരണ്ടിങ്ങനെ വന്നു പോയി കളിക്കാണ്. അടുത്ത ചോദ്യം കാണുന്നുണ്ടോ? ഇല്ല, സ്ക്രീൻ ഇല്ല. ബാക്കി നാളെ ഡിസ്കസ് ചെയ്താലോ? ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, നാളെ എടുക്കാം. നിങ്ങൾക്ക് വേറെ ക്ലാസ് ഇല്ലേ? വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ശരി. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ.